നമസ്കാരം. പട്ടാഴി മടക്കേക്കര മാലൂര് ശബരിമലയുടെ നേർക്കാഴ്ച ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. അവിടെ ഇവിടെ മുതലാണ് തുടങ്ങുന്നത്. ഇത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നേരിട്ടൊന്ന് കണ്ടുവരാം. അപ്പോൾ ശബരിമലയുടെ നേർക്കാഴ്ച ഇവിടെ മുതലാണ് തുടങ്ങുന്നത്. ഇത് പന്തളം മണികണ്ഠൻ ആൽത്തറ മുതൽ തുടങ്ങുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരുപാട് KSRTC ബസ്സുകൾ, പ്രൈവറ്റ് ബസ്സുകളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് ഒരുപാട് ബിൽഡിങ്ങുകളും ഉണ്ട്. ഇവിടെ ഒരു KSRTCയുടെ ബസ് കിടപ്പുണ്ട്. മെയിൻ റോഡാണിത്. മെയിൻ റോഡാണ് ഈ കാണുന്ന മൊത്തം. ഇവിടുന്ന് പോലീസ് ജീപ്പ് കാണാം. അതുപോലെ തന്നെ ഒരുപാട് KSRTC ബസ്സുകൾ എല്ലാം കാണാം. പിന്നെ പന്തളം ക്ഷേത്രം കാണാം. ഇതാണ് പന്തളം ക്ഷേത്രം. ഇപ്പോൾ പോകുന്ന വഴിക്കെല്ലാം അയ്യപ്പന്മാരാണ് ഈ കാണുന്നത്. ഇവിടുന്ന് ഓരോ കാഴ്ചകൾ കണ്ട് നമുക്ക് മുകളിലോട്ട് പോകാം. ഒരുപാട് സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇരുന്ന് കാണുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ ഇവിടുന്ന് മുകളിലോട്ട് പോകുന്നതനുസരിച്ച് ഓരോ കാഴ്ചകൾ നമുക്ക് കാണാവുന്നതാണ്. ഈ നടന്നു പോകുന്നതെല്ലാം അയ്യപ്പന്മാർ ക്ഷീണം അകറ്റാൻ വേണ്ടി ഇരിക്കുന്ന മാളികപ്പുറമാണ്. പന്തളം വലിയ കോയിക്കൽ കൊട്ടാരം. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങുന്ന യാത്രകളാണ് മുകളിലോട്ട് പോകുന്നത്. ഇവിടെ നിന്ന് തുടങ്ങുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇത് പല പല കാവുകളും. അത് കാടല്ലേ? ഒരു പാമ്പ് കിളിയുടെ മുട്ട അടിക്കാൻ വേണ്ടി കയറി വരുന്ന ആ ഒരു രംഗം നമുക്ക് കാണാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടോട്ട് വരുമ്പോൾ ഇവിടെ തെയ്യത്തിൻ്റെ ഒരു തെയ്യത്തിൻ്റെ ഒരു ശില്പം ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് മുകളിലോട്ട് പോകാം. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ പുനലൂർ തൂക്കുപാലം കാണാം. തൂക്കുപാലവും എല്ലാം നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നതാണ്. അതിനുപയോഗിച്ച ചങ്ങല എന്ന് പറയുന്നത് ബൈക്കിൻ്റെ ചങ്ങലകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നാച്ചുറലായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് തുടങ്ങുന്ന റോഡാണ്. അത് ഇടയ്ക്കിടയ്ക്ക് അയ്യപ്പന്മാരെ നമുക്ക് കാണാം. KSRTC ബസ്സുകളൊക്കെ മിനിയേച്ചർ മനോഹരമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു കാളിയനാണ്, ഒരു ഒറ്റത്തടിയിലാണ് ചേർത്തിരിക്കുന്നത്. ഒറ്റത്തടി അത് കാളിയൻ്റെ രൂപത്തിലാക്കി എടുത്തിരിക്കുകയാണ്. ഇവിടെ ഒറ്റത്തടിയിൽ നിർമ്മിച്ച ഒരു പെരുമ്പാമ്പിനെ കാണാം. പിന്നെ ഇവിടെ കണ്ട് KSRTC ബസ് ഇങ്ങനെ കാണാം. മുമ്പോട്ട് വരുമ്പോൾ അവിടെ ഒരു അർത്തങ്കൽ പള്ളി കാണാം. ഇതാണ് അർത്തങ്കൽ പള്ളി. അർത്തങ്കൽ പള്ളിയുടെ മിനിയേച്ചർ. അയ്യപ്പന്മാർ അവിടെയും കയറിയിട്ടാണ് പോകുന്നത്. ഇത് KSRTCയുടെ ഒക്കെ മിനിയേച്ചറൊക്കെ അതിമനോഹരമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ ഒരു ശിവലിംഗം പണി വെച്ചിരിക്കുന്നതാണ്. അതിനുശേഷം മുകളിലോട്ട് പോകുന്നതനുസരിച്ച് റോഡിൽ എല്ലാം ഒരുപാട് വാഹനങ്ങളാണ് ചെയ്തു വച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കോവിലുകൾ കാണാം. കൊച്ചി അയ്യപ്പ ക്ഷേത്രം കാണാം. അതിനുശേഷം KSRTC ബസ്സുകൾ. ഇത് വാവരുപള്ളിയാണ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് എരുമേലിയിലേക്ക് വന്നു. വാവരുപള്ളിയാണ് ഈ കാണുന്നത്. അതിൻ്റെ മിനിയേച്ചർ മനോഹരമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വാവരുപള്ളി ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ചെറിയ ഇതാണ് കാണുന്നത്. ഇതെല്ലാം അയ്യപ്പന്മാരെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വാവരുപള്ളിയിലെ എല്ലാ അയ്യപ്പന്മാരും കയറി തൊഴുതിട്ട് ആണ് അവിടെ നിന്നാണ് പോകുന്നത്. ശരണി ബസ് ഉണ്ടോ? പിന്നെ അവിടെ നമുക്ക് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ വീണ്ടും KSRTC ബസ്സുകൾ സർവീസ് കാണാം.
വലിയമ്പലം എന്ന് പറയുന്ന സ്ഥലം കാണാം. ശരണ്യയുടെ ബസ് കാണാം. ശരണ്യയുടെ ബസ്സാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് കാഴ്ചകൾ മുകളിലോട്ട് പോകുമ്പോൾ ഒരുപാട് കാഴ്ചകളാണ്. ഇവിടേക്ക് വരുമ്പോൾ അഴുതാ നദി കാണാം നമുക്ക്. അതിനകത്ത് മുതല കിടപ്പുണ്ട്, മാനുണ്ട്, കിളികളുണ്ട്, അതിനപ്പുറത്ത് ആന ഇപ്പോൾ ഉണ്ട്. അഴുത വഴി നമ്മൾ നടന്ന് കയറുകയാണ് അല്ലേ? നടന്ന് കയറി കല്ലിടാംകുന്നിലെത്തുന്നുണ്ട്. ഇതാണ് കല്ലിടാംകുന്ന്. കല്ലിടാംകുന്നിൽ നിന്ന് പിന്നെയും നടന്ന് പോകുമ്പോൾ അയ്യപ്പന്മാർ നടന്നു പോകുന്ന കാണാം. അത് കഴിഞ്ഞ് മുകളിലേക്ക് കയറി പോകുമ്പോൾ കരിമല എന്ന് പറയുന്ന സ്ഥലം കാണാം. ഇതാണ് കരിമല. കരിമലയിൽ കരടിയുണ്ട്, നദികളുണ്ട്, പല വിധത്തിലുള്ള ജീവികൾ അവിടെയുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ കരിമല താണ്ടി ഇറങ്ങി പോകുന്നുണ്ട്. വീണ്ടും ഇവിടെ നിന്ന് ബസ് മാർഗമാണ് പോകുന്നത്. ഇവിടെ നിന്നും മുകളിലോട്ട് പോവുകയാണ്. നമ്മൾ നിലയ്ക്കലെത്തിയിരിക്കുകയാണ്. നിലയ്ക്കലിൻ്റെ ഫ്രണ്ട് കപടം മൂലം നമുക്ക് കാണാം. നിലയ്ക്കലിൽ വാഹനം പാർക്ക് ചെയ്തേക്കുന്നതാണ്. അവിടെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ റോഡ് പോവുകയാണ്. റോഡ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് ഒരുപാട് വാഹനങ്ങളും എല്ലാം നമുക്കിവിടെ കാണാം. ഫയർഫോഴ്സിൻ്റെ പമ്പ ബസ് സ്റ്റാൻഡ്. അങ്ങനെ ഇവിടെയാണ് പമ്പ ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. പമ്പ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ ഒരുപാട് കിടപ്പുണ്ട്. ഇത് പമ്പ ബസ് സ്റ്റാൻഡാണ്. എല്ലാം ഷെഡ് കെട്ടിട്ടേക്ക് അല്ലേ? കൺട്രോൾ റൂം. പമ്പയിലെ കൺട്രോൾ റൂം. പോലീസുകാരുണ്ടായിരുന്നല്ലോ. പമ്പ പോലീസ് കൺട്രോൾ റൂമാണ്. മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അതേപോലെ തന്നെ പകർത്തി വെച്ചിട്ടുണ്ട്. ഫാനുണ്ട്, ലാപ്ടോപ്പുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ വലിയ ബസ് കാണാം. പമ്പ ടൗൺ ആണിത്. പമ്പ ടൗണിൽ ഒരുപാട് ബസ്സുകൾ വരുന്നത്. ഒരുപാട് കാഴ്ചകളാണ് നമ്മൾ ഇവിടെ കാത്തിരിക്കുന്നത്. ഉണ്ടോ? ഇവിടെ ഇലക്ട്രിസിറ്റിയുടെ ഓഫീസാണ്. KSEB പമ്പ ഓഫീസാണ്. അതിൻ്റെ എല്ലാം ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പമ്പ, ഇത് പമ്പ തീരം. പമ്പ തീരത്തിലെ പമ്പയാറ്, ട്രാക്ടർ. ഇതാണ് പമ്പയാറ്. ഇവിടെ എല്ലാം അയ്യപ്പന്മാരൊക്കെ ഇന്ന് സ്നാനം ചെയ്യുന്നത് നമുക്ക് കാണാം. പിന്നെ അവിടെ നിന്ന് നമ്മൾ അവിടെ നിന്ന് നേരെ ഗണപതി ക്ഷേത്രത്തിലേക്ക് വന്ന്, ഗണപതി ക്ഷേത്രത്തിൻ്റെ തുടക്കം ഇവിടെ മുതലാണ്. അതെല്ലാം അതുപടി തന്നെ പമ്പ ഗണപതി ക്ഷേത്രമാണ് ഈ കാണുന്നത്. അതൊരു മലയുടെ മുകളിലായിട്ട് അത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല മനോഹരമായ കാഴ്ചകളാണ്. അപ്പം പമ്പ ഗണപതി ക്ഷേത്രത്തിലെ അയ്യപ്പന്മാർ വിശ്രമിക്കുന്ന സ്ഥലമാണ്. അവരിവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനപ്പുറത്തായിട്ട് ഒരുപാട് കാഴ്ചകളാണ് നമുക്ക്. ബാഗിലോട്ട് അവിടുന്ന് വീണ്ടും നടന്നു പോകും. ഇനി നമ്മൾ നേരെ നീലിമലയിലേക്കാണ് കയറുന്നത്. നീലിമല വഴി ഇങ്ങനെ നടന്ന് കയറി പോകണം. ഇത് നടപ്പാതയാണ്. നീലിമല നടപ്പാത. അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ വരുമ്പോൾ തിരുവാവണ ഘോഷയാത്ര കാണാം. തിരുവാവണ ഘോഷയാത്ര ഇവിടെ എത്തിയിരിക്കുകയാണ്. അവിടെ ഇത് മുകളിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ഇത് അപ്പാച്ചിമേട് വഴി ഇങ്ങനെ. പിന്നെ പെരിയാർ സംരക്ഷണ മേഖലയാണ്, വന്യജീവി സംരക്ഷണ മേഖലയാണ്.
ഇതുവഴി നമ്മൾ മുകളിലേക്ക് കയറി പോകണം. ഇതാണ് ശബരിമല. ശബരിമലയുടെ 18ാം പടി. ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് നല്ല വ്യക്തമായിട്ട് കാണാം. അന്നദാന വിതരണം നടത്തുന്ന ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ ഇന്ന് മകരവിളക്ക് ആയതുകൊണ്ട് ഉത്സവമായതുകൊണ്ടാണ് ഇവിടെ അന്നദാനം കഞ്ഞിസദ്യയാണ് ഇവിടെ കൊടുക്കുന്നത്. ഒരുപാട് ഭക്തജനങ്ങളാണ് ഇവിടെ അനാഥ മേഖലകളിലേക്ക് അന്നദാന വിതരണം നടത്തണമെന്ന് അറിയിക്കുകയാണ്. ഇവിടുത്തെ കഞ്ഞിസദ്യയ്ക്ക് വേണ്ടി ഒരുപാട് ഭക്തജനങ്ങളാണ് അവിടെ വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ഇവിടെ എല്ലാം റബ്ബറും തോട്ടത്തിൽ വീടിൻ്റെ തിണ്ണയിൽ ഒക്കെയാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ. ഇതാണ് നമ്മുടെ സുജേഷാണ് എന്നെ ഇവിടെ വിളിച്ചത്. സുജേഷിൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. സുജേഷാണ് ഈ ഒരു കാഴ്ച ഇന്നിവിടെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചത്. സുജേഷ്, അതിൻ്റെ പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണെന്ന് പറയാമോ? ഇത് നമ്മുടെ മാലൂര് തന്നെയാണ്. പട്ടാഴി വടക്കേക്കര പഞ്ചായത്ത് മാലൂര് തന്നെയാണ് ഈ ശബരിമല നേർക്കാഴ്ച. അപ്പം ഇത് കാണുന്നവരെല്ലാവരും വരിക, വന്ന് നേരിട്ട് കാണിക്കും. ഒരാഴ്ചയോളം ഇവിടെ ഉണ്ടാവും. അപ്പം പിന്നെ എന്തൊക്കെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ എല്ലാം മിനിയേച്ചർ ഇവിടെ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇവിടെ ശബരിമലയിൽ പിന്നെ ശബരിമല നേരിട്ട് കാണാൻ സാധിക്കാത്തവർക്ക് എല്ലാവരും വന്ന് ഇത് കണ്ട് സായുജ്യമടയുക. എന്നുള്ള എത്ര ദിവസമുണ്ട്? ഒരാഴ്ച, മാക്സിമം ഒരാഴ്ച വരെ കാണും. ഒരാഴ്ച വരെ കാണും. എന്ന് വെച്ചാൽ ഇത് ഇന്നും നാളെയും മറ്റുള്ള കാര്യങ്ങളെല്ലാം കാണും. അത് കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ ഒരാഴ്ചത്തോളം എല്ലാവർക്കും കാണാൻ വേണ്ടി തുറന്നു കൊടുക്കുന്നത്. പട്ടാഴി വടക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ മീനം വടക്കേക്കര വാർഡിൽ മണേറ കോളനി കേന്ദ്രമാക്കി കഴിഞ്ഞ 16 വർഷമായി ശ്രീ ശബരീശ ഭക്തസമിതിയുടെ നേതൃത്വത്തിൽ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് മകരവിളക്കിൻ്റെ പിറ്റേ ദിവസം മകരവിളക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷങ്ങളും അതോടൊപ്പം തന്നെ ശബരിമല നേർക്കാഴ്ചയും ഇവിടെ സാംസ്കാരിക സമ്മേളനവും അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തി വരാറുള്ള ഒരു സ്ഥലമാണ്. ഇവിടെയുള്ള പാവപ്പെട്ട ആളുകൾ അവരുടെ വരുമാനത്തിൻ്റെ ഒരു വീതം ഒരു വർഷത്തെ ആഘോഷങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് രായും പകലും അധ്വാനിച്ചാണ് ഈ പരിപാടി നടത്തുന്നത്. നമ്മുടെ പഞ്ചായത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെയൊക്കെ സാംസ്കാരിക പൈതൃകത്തിന് ഉതകുന്ന തരത്തിൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ ഒരുക്കുന്ന ഈ മഹത്തായ പരിപാടി ശബരിമല ദർശിക്കാൻ കഴിയാത്ത ആളുകൾക്ക് പന്തളം കൊട്ടാരം മുതൽ സന്നിധാനം വരെയുള്ള ഭാഗങ്ങൾ റോഡിൻ്റെ സൈഡിലായി ക്രമീകരിച്ചുകൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ കഴിഞ്ഞ 16 വർഷമായി ഈ നടത്തുന്നതാണ്. അതോടൊപ്പം തന്നെ അന്നദാനം, 41 ദിവസത്തെ മറ്റ് പരിപാടികൾ, ഇങ്ങനെ ഒട്ടനവധി പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് വളരെ മഹത്തായ രീതിയിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. പുറത്തു നിന്ന് ആരിൽ നിന്നും സാമ്പത്തിക സഹായം സ്വീകരിക്കാതെ ഇവിടെ വരുന്ന ആളുകൾ കൊടുക്കുന്ന സംഭാവന കൊണ്ടും ഇവിടെയുള്ള ആളുകളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം കൊണ്ടുമാണ് ഈ പരിപാടി ക്രമീകരിക്കുന്നത്. എല്ലാ വർഷവും വളരെ ഭംഗിയായിട്ട് നടത്താറുണ്ട്. കഴിഞ്ഞ 1-2 വർഷക്കാലം കോവിഡ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മുടെ പരിപാടികൾ ഗവൺമെൻറ് ഈ കോവിഡ് കാലത്ത് പരിപാടികൾ നടത്തുന്നതിനുള്ള അനുമതിയില്ലാത്തതുകൊണ്ടും ആ കാലഘട്ടത്തിൽ ആൾക്കൂട്ടം ഉണ്ടാകാതിരിക്കുവാനും വേണ്ടി നമ്മൾ 2-3 വർഷക്കാലമാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിട്ടുള്ളത്. 16ാമത്തെ വർഷമാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത്. ഈ പരിപാടിയിൽ ധാരാളം ആളുകൾ വന്ന് ഇത് കാണാറുണ്ട്. ഇവിടെ കലാപരമായി സർഗശേഷിയുള്ള ഒത്തിരി ആളുകൾ ഇതുമായി സഹകരിച്ച് നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും ഇവിടുത്തെ മുൻ ജനപ്രതിനിധി, ഈ വാർഡിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിലും ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയാകുന്നതിനും ഇവരെ വേണ്ട തരത്തിലുള്ള സഹായങ്ങൾ നൽകി സഹായിക്കുന്നതിനുമുള്ള ഒരു സമീപനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നറിയിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരും. എത്ര ദിവസം ഉണ്ടത്? ഇത് 5 ദിവസം. അത് പറയണം. അതുകൊണ്ട് പറഞ്ഞു. ഇതിപ്പം നമ്മൾ ജനുവരി 15 മുതൽ ജനുവരി 21-ാം തീയതി 20-ാം തീയതി വരെ 5 ദിവസക്കാലത്തെ പരിപാടിയാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് ഇവിടെ എല്ലാ ആളുകളും നാനാജാതി ഈ മതത്തിൽപ്പെട്ട ജാതിമത ഭേദമന്യേ എല്ലാ ആളുകളും സഹകരിക്കുന്ന വലിയ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഈ കൂട്ടായ്മ കേരളത്തിൽ തന്നെ ഒരു മാതൃകയാണ്. നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ നാടിനും ഒരു മാതൃകയായി ഉള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. ഇവരുടെ
എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ നിർത്തുന്നു. നന്ദി. ഒരു 15 വർഷത്തിന് മുമ്പ് ഇവിടെയുള്ള 4 പിള്ളേരെ ശബരിമലയ്ക്ക് പോകുന്നതിന് വേണ്ടി വ്രതം നോറ്റ് ഒരു 5 കിലോ അരിയിട്ടായി ഈ പൊതുസ്ഥലത്ത് വെച്ച് കഞ്ഞി വെച്ചു. അങ്ങനെയാണ് ഈ കഞ്ഞിസദ്യയുടെ തുടക്കം കുറിക്കുന്നത്. ഇപ്പോൾ ഇത് 16-ാം വർഷമാണ്. 5 കിലോ അരിയിട്ട് കഞ്ഞിസദ്യ തുടക്കം കുറിച്ച് ഇന്നത് 400 കിലോ അരിയിൽ എത്തിയിരിക്കുകയാണ്. അതിൽ ഞങ്ങൾക്ക് അങ്ങേറ്റവും അഭിമാനമുണ്ട്. കാര്യം ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ പട്ടികജാതിക്കാർ മാത്രം താമസിക്കുന്ന ഒരു കോളനി പ്രദേശമാണ്. അപ്പം നമ്മളുടെ ഇവിടെ കഞ്ഞി വെച്ചാൽ അത് കുടിക്കുന്നതിന് പോലും ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം മാറി ആ 5 കിലോയുടെ സ്ഥാനത്ത് ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം 400 കിലോ അരിയുടെ കഞ്ഞിസദ്യ ഞങ്ങൾക്ക് നടത്താൻ പറ്റി. അതിൽ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനവും സന്തോഷവും. ഒരു 6 വർഷത്തിന് മുമ്പ് ആണ് ശബരിമലയുടെ നേർക്കാഴ്ച ഇവിടെ ഞങ്ങളെ ആരംഭിച്ചത്. ശബരിമല നേർക്കാഴ്ച ആരംഭിക്കുന്നു എന്ന് പറയുന്നത് ഈ പ്രദേശത്തുള്ള തൊട്ടപ്പുറത്തുള്ള ഒരു പയ്യൻ പ്രേംകുമാർ, ഇന്ന് അവൻ മരിച്ചുപോയി, ആളിന്ന് ജീവിച്ചിരിപ്പില്ല. ആ കുഞ്ഞ് ദീപാരാധന സമയത്ത് ശബരിമല ക്ഷേത്രത്തിൻ്റെ ഒരു ചെറു മാതൃക ഇവിടെ കൊണ്ട് പ്രദർശിപ്പിച്ചു. അപ്പോൾ ഈ പ്രദേശത്തെ ഒട്ടനവധി കലാകാരന്മാരുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ആ വർഷം അത് കഴിഞ്ഞപ്പോഴേ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, സ്വാമി നമുക്ക് ശബരിമലയുടെ ഒരു എരുമേലി മുതലുള്ള ഒരു പ്രദർശനം നമുക്ക് നടത്തിയാലോ എന്ന് ആലോചിച്ചു. അങ്ങനെ ഞങ്ങൾ കൂട്ടായിട്ടെടുത്ത ഒരു തീരുമാനമാണ് എരുമേലി മുതൽ സന്നിധാനം വരെയുള്ള ആ പഴയ കാനനപാത അതിൻ്റെ എല്ലാ തനിമയും അതേപോലെ തന്നെ നിലനിർത്തി കാണിക്കണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. ഇപ്പം ഞങ്ങളെ ഇത് 7-ാം വർഷമാണ്. കോവിഡ് മുഖാന്തരം 2 വർഷക്കാലം നിർത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പം ഇത് വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട്. ശബരിമലയിൽ പോകാൻ ഭാഗ്യം കിട്ടാത്ത ഒട്ടനവധി പേരുണ്ട്. ആചാരപരമായിട്ടാലും മറ്റ് മതപരമായിട്ടാലും ശബരിമലയിൽ പോകാൻ ഭാഗ്യം കിട്ടാത്ത ഒട്ടനവധി പേരെ ഉള്ളവർ. ഞങ്ങളൊരിക്കൽ ഈ നേർക്കാഴ്ച എരുമേലി മുതൽ സന്നിധാനം വരെ കാണുമ്പോഴേ അവരെ ശബരീശ സന്നിധിയിൽ എത്തി നിൽക്കുന്ന ഒരു അനുഭവം അവർക്കുണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു പൈസ പോലും നാട്ടിൽ നിന്ന് ഞങ്ങൾ പിരിക്കുന്നില്ല. ഈ ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ, കോളനി പ്രദേശമാണെന്ന് 10-40 കുടുംബം ഇവിടെ ഉണ്ട്. ആ കുടുംബം ഒരാൾക്ക് 5000 രൂപയാണ് ഞങ്ങൾ ഇപ്രാവശ്യം വരിയിട്ടേക്കുന്നത്. കാര്യം സാധനങ്ങളുടെ വില കൂട്ടും. അതൊരു 10-25-30 പേരോളം അടുപ്പിച്ച് ആ പൈസ എടുക്കാൻ പറ്റും. ബാക്കിയുള്ളവർക്ക് അത്രയും എടുക്കാൻ പറ്റില്ല എങ്കിലും അവരുടെ ആസ്തി അനുസരിച്ചെടുക്കും. ഇത് ഞങ്ങൾ സ്വരൂപിക്കുന്നതെന്ന് പറയുന്നത് എല്ലാവരും കൂലിപ്പണിക്കാരാണ്. അവരെ കൂലിപ്പണി ചെയ്ത് അന്നന്ന് കിട്ടുന്ന പൈസയിൽ നിന്നും ഓരോ മാസം ശേഖരിച്ച പൈസ മിച്ചം പിടിച്ച് 12 മാസം കൊണ്ട് സ്വരൂപിക്കുന്ന ആ സമ്പത്തും മനസ്സോടെ ഞങ്ങൾക്ക് തരുന്ന ആ സംഭാവനയും, അതിപ്പോൾ ഒരാൾ 100 രൂപ എന്നാൽ ആ നേരം തന്നെ അതിൻ്റെ രസീത് കൊടുക്കുന്നു. അല്ലാതെ ഞങ്ങൾ ഓപ്പണായിട്ട് രസീത് അടിച്ച് ആയിട്ട് നിങ്ങളെ പിരിക്കുന്നില്ല. ഇതാണ് ഞങ്ങളുടെ ഒരു മൂലധനം എന്ന് പറഞ്ഞത്. ഏതാണ്ട് ഈ നേർക്കാഴ്ച ഒരുക്കുമ്പോൾ ഏതാണ്ട് കുറഞ്ഞതൊരു 3-3.5 ലക്ഷം രൂപ ഇതിന് ചിലവാകുന്നുണ്ട്. അത് പൊതുജനങ്ങൾ ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഒരു വർഷം പോലും ഞങ്ങളത് കടമായി ഞങ്ങൾക്കില്ല. എല്ലാ ചിലവുകളും കഴിഞ്ഞ് ഇച്ചിരി പൈസ ഞങ്ങൾക്ക് മിച്ചമേ ഉണ്ടായിട്ടുള്ളൂ. തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് ഇത് നേർക്കാഴ്ച 7-ാം വർഷമാണ്. മകരവിളക്ക് മഹോത്സവം എന്ന് പറയുന്നത് ഇത് 16-ാം വർഷമാണ്. ഇതാണ് ഇതിനെ സംബന്ധിച്ച് ഈ സൂചിപ്പിക്കുക. സാമ്പത്തികമായിട്ട് മനസ്സോടെ തരുന്ന സംഭാവന, അല്ലാതെ ഒരു മനുഷ്യൻ്റെ അടുത്ത് പോലും ഞങ്ങൾ ഇന്നൊരു പരിപാടി ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും തരണം എന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ഒട്ടും മിക്കവാറും ഉള്ളതല്ല ഞങ്ങൾക്ക് ഓരോരുത്തർ സ്പോൺസർ ചെയ്യുന്നതാണ്. പിന്നെ ഈ നേർക്കാഴ്ച ഒരുക്കുന്നതിനാണ് ഇച്ചിരി പൈസ ഞങ്ങൾക്ക് ചിലവാകുന്നത്. അത് ഈ കളക്ഷൻ കിട്ടുന്ന പൈസ കൊണ്ട് എല്ലാം ഞങ്ങൾക്ക് ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പം അതായത് കുന്നടയുള്ള ഒരു കലാകാരൻ, ഒരു ശില്പിയാണ്. പുള്ളിക്കാരൻ കഴിഞ്ഞ പ്രാവശ്യം 2 വർഷത്തിന് മുമ്പ് പണിത് ഞങ്ങൾക്ക് തന്നതാണത്. ആ വ്യക്തി തന്നെ ഈ വർഷം ആണ് ഈ ശിവന്റെ കൈലാസനാഥൻ.
അങ്ങനെ പട്ടാഴി വടക്കേക്കരയിൽ ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ ഭക്തജനങ്ങളും കൂടെ കൂടിയാണ് ഈ ശബരിമലയുടെ നേർക്കാഴ്ച ഇവിടെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിമനോഹരമായ ഒരു നേർക്കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത് കാണാൻ ആഗ്രഹമുള്ള എല്ലാ ഭക്തജനങ്ങളെയും നമ്മളിവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാതിരിക്കും. ഗുഡ് ബൈ.